ഹരി ഓം ശിവായ നമ അഗസ്തീശ്വര. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിങ്ങളൊരു വഴിപാട് ചെയ്താൽ കിട്ടാക്കടങ്ങൾ കിട്ടാൻ വേണ്ടി അത് ഉപകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ക്ഷേത്രം എവിടെയാണ്, ആ ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ കിട്ടാക്കടം കിട്ടാനുള്ള ഒന്നിലധികം മറ്റു ചില നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങളൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് പൈസ വേണം. അപ്പം നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇന്നല്ലേ നാളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരമായി വരും. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണുക, എഴുതി വെക്കുക. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പം ചിലപ്പം വീഡിയോ കപ്പിയാൽ കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി, പുത്തങ്ക അമ്പലത്തിൽ പോയി ഒരു ഓഫീസിൽ വന്നിരുന്നപ്പം കണ്ണൂരിൽ നിന്ന് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ ദേവിയെ കണ്ട് തൊഴുതിട്ട് വഴിപാട് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒരു തുക കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം പുത്തങ്കാവിലമ്മയ്ക്ക് ചെയ്ത് പൈസ കിട്ടി. അപ്പോൾ അത് അമ്മയ്ക്ക് അവിടെ അവർ വഴിപാടിന് കൊടുത്തു. ഇന്ന് വെള്ളിയാഴ്ച എന്നപ്പോൾ അവർക്കത് വഴിപാട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ബുക്കിംഗ് ആയിപ്പോയി. അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് കൊടുത്തു. ഞായറാഴ്ചത്തേക്കോ വേറെ ദിവസത്തേക്കാണ് ബുക്ക് ചെയ്ത് പൈസ അടച്ചിട്ട് പോകുന്നു. എന്നിട്ട് അത് ഇവിടെ വന്നു. കാരണം ഞാൻ വീഡിയോ കൊടുത്ത അനുസരിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് എന്നോടൊരു നന്ദി പറയാൻ ഇവിടെ വന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു അനുഭവങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ചില കാര്യങ്ങൾ ചെയ്താൽ കാര്യം നടക്കും. എല്ലായിടത്തും അല്ല. ഇത് നിങ്ങൾക്ക് എന്നാണെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്താണ് നിങ്ങൾ നേരേണ്ടത്, ഏത് ക്ഷേത്രത്തിലാണ്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. നേരുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതി നേരുമ്പോഴാണ് അവർ കണ്ണൂർ അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നേർന്നിട്ട് കാര്യം നടന്ന ശേഷമാണ് ഇവിടെ വന്ന് അവർ വഴിപാടിൽ നിന്ന് കൊടുത്ത് പൈസയെല്ലാം അടച്ചു. എന്നിട്ട് എന്നോട് ഇവിടെ ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ഈ നാവിൽ നിന്ന് പോയ കാര്യമാണത്. ഞാനാണത് പറഞ്ഞു കൊടുത്തത് വീഡിയോയിൽ. അതുകൊണ്ട് അവർ വന്നതാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഞാനത് പറഞ്ഞുതരാം. അതുപോലെ ദുരിതങ്ങളുടെ മുകളിൽ ദുരിതങ്ങളായിട്ട് അലയുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതൊരു ജീവിതത്തിൽ ഒരു ദുരിതശമനം ഉണ്ടാവും. അത് ഒരുപാട് പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം വാട്സപ്പിൽ ഇന്നൊരു ഒരു അമ്മ മെസ്സേജ് ചെയ്തു. ആ അമ്മയ്ക്ക് ദുരിതങ്ങളോട് ദുരിതങ്ങളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത ശേഷം അത് പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം. ഞാൻ ആ നമ്പരൊക്കെ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അല്ല, ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല. ആ വാട്സപ്പ് നമ്പരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ആ മെസ്സേജ് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അത് ഞാൻ എഴുതി ആ അനുഭവമായിട്ട് എഴുതിയിട്ടു റെഫറൻസ് ബുക്കിൽ. അത്ര ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ സത്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ അത് ആ വിദ്യയും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇതുപോലെ ലളിതമായ കാര്യങ്ങളെ ഞാനെല്ലാം പറയാറുള്ളൂ. അത് നല്ല കാര്യങ്ങളാണ്, ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം എന്നത്തേക്കുമായി മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, വിശകലനം ചെയ്യുക. ആദ്യം ഞാൻ ഫ്രീ ആകുമ്പോഴേ റിപ്ലൈ ചെയ്യത്തുള്ളൂ. കാരണം ഒരുപാട് തിരക്കുകൾ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യം, സ്വയം വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെ പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. അല്ല, ഇന്ന് ചെയ്താൽ നാളെ ബലമൊന്നും പ്രതീക്ഷിക്കരുത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യണ്ട എന്നുള്ളതാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. പിന്നെ ഇന്നലത്തെ വീടിക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. കുളിമുറി, വീടിൻ്റെ വെളിയിലുള്ള കുളിമുറിയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആ വീടിന് വെളിയിൽ നിന്ന് ഒരു പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രാർത്ഥന. അത് പലരും സംശയം ചോദിച്ചു, വീടിന് വെളിയിലല്ല കുളിമുറി, എന്ത് ചെയ്യണമെന്ന്. ഒന്നും വേണ്ട, വീടിന് വെളിയിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞത് പ്രാർത്ഥിച്ചാൽ മതി. വീടിന് വെളിയിൽ നിന്ന് കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പലതും പല സംശയങ്ങളാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ചിലർ സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിൽ ഈ പറയാൻ പോകുന്ന വിഷയം, അതായത് ഏത് ക്ഷേത്രത്തിലാണ് കിട്ടാക്കടം കിട്ടാൻ വഴിപാട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം കിട്ടാക്കടം കിട്ടാൻ വേണ്ടി നിങ്ങളൊരു വഴിപാട് നേരുക. ആ ക്ഷേത്രം
എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അത് വഴിപാട് നേരുന്നതിനൊരു രീതിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നേർന്നു, അങ്ങനെ നേർന്നവർക്ക് പൈസ കിട്ടിയ അനുഭവം പറഞ്ഞ് നിങ്ങൾ അമ്മയെ വിശ്വസിക്കുന്ന പോലെ ഇരിക്കും. ഫലം കിട്ടുന്നതും കിട്ടാത്തതല്ല, ഞാൻ അനുഭവത്തിനടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും, ഇല്ല ഫലം ഉണ്ടാകത്തില്ല. പൈസ കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞവരുടെ അനുഭവം ഞാൻ പറഞ്ഞു. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ തുകകൾ ഇന്ന് കിട്ടിയത് അത്ര വലിയ തുകയല്ല, എങ്കിലും സാമാന്യം നല്ല തുകയാണ്. നേരത്തെ വലിയ തുക കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ പുത്തൻകാവിലമ്മ, പായിപ്പാട് പുത്തൻകാവിലമ്മ. ഈ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഒരുപാടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു 6 കിലോമീറ്റർ ഒക്കെയുള്ള 4 കോടി എന്ന എൻ്റെ ഒരു ഓഫീസിരിക്കുന്ന സ്ഥലം. അതിൻ്റെ തൊട്ട് രണ്ടാമത്തെ ജംഗ്ഷനാണ് പായിപ്പാട് പുത്തൻകാവിലമ്മ. അപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ നടിച്ച് അവിടുത്തെ നമ്പർ കിട്ടും. പിന്നെ അവിടെ വിളിച്ച് ചോദിച്ചാൽ റൂട്ട് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട്, കണ്ണൂരല്ല, കാസർഗോഡല്ല, നിങ്ങൾ കാനഡയിൽ ഇരുന്ന് വരെ ഇവിടെ വന്ന ആളുകൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് ഇട്ട് അതിന് പ്രകാരം കാര്യം നടന്നിട്ട് കാനഡയിൽ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നുണ്ട്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും. ഇന്നിപ്പം ചെന്നൈയിൽ ഉള്ള ഒരു അമ്മയെ ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വെച്ച് കണ്ടു. അവരെല്ലാം എൻ്റെ വീഡിയോ കണ്ട് അമ്മയെ പുത്തൻകാവിലമ്മയെ കാണാൻ വന്നവരാണ്. ഇന്ന് തിരുവനന്തപുരത്തു നിന്നാണ് അമ്പലത്തിൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്നു, കോന്നിയിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ കൊല്ലത്തു നിന്നുണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു. എല്ലാം ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അമ്മ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പോയി കാണും, തൊഴും, എനിക്ക് ആവുന്ന കാര്യങ്ങൾ ചെയ്യും. അമ്മയുടെ അനുഗ്രഹമാണല്ല. അപ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഭദ്രകാളിയമ്മയാണ്. അമ്മയ്ക്ക് നിങ്ങൾ എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാണേലും നിങ്ങളുടെ കുളിമുറിയിൽ, ഈ കുളിമുറി എന്ന് പറയുന്നത് ചിലർ വിചാരിക്കും കുളിമുറി നേർന്ന ബലം ഉണ്ടാകുമെന്ന്. 100 അല്ല 101% ബലം ഉണ്ടാകും. ഒരുപാട് എത്രയോ, ഞാൻ തന്നെ എത്ര അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുളിമുറിയിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ഇടത്തുപാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാലം വെച്ച് കയറണം, അത് ശ്രദ്ധിച്ചോണം. അപ്പം കുളിമുറി എന്ന് കുളിച്ചീറനോടെ വെള്ളിയാഴ്ച വസ്ത്രമെടുത്ത് കുളിച്ചീറനോടെ കുളിമുറി എന്ന് വസ്ത്രമെടുത്ത് കിഴക്കോട് തിരിഞ്ഞു നിന്ന് പായിപ്പാട് പുത്തൻകാവിലമ്മയെ മനസ്സുകൊണ്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ വേണേൽ അമ്മയുടെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് കാണിക്കുക. പലവട്ടം കാണിച്ചിട്ടുള്ള, പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചാൽ. അമ്മയുടെ മഹത്വമല്ലേ, എല്ലാം അമ്മ ആദിപരാശക്തിയല്ലേ. ഒന്നുകൂടെ ഞാൻ കാണിച്ചേക്കാം. അമ്മയുടെ ഫോട്ടോ ഇതുണ്ട്, ഇതാണ്. നിങ്ങളത് കണ്ടോ? അമ്മയൊന്ന് കണ്ടിരുന്നോട്ടെ. കണ്ടല്ലോ, ഇതാണ് അമ്മ. അപ്പോൾ അമ്മയെ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് കൊണ്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം ഈ വീഡിയോ കാണുമ്പോൾ. അമ്മയെ നിങ്ങൾ മനസ്സുകൊണ്ട്, അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നേരുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മയെ എൻ്റെ കിട്ടാക്കടമുണ്ട്, ഇത് മേടിച്ചു തരണം. കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അവിടെ വന്ന് അമ്മയ്ക്ക് 6 നാഴി പായസം, 6 നാഴിയാണ് നമ്മൾ നേരുമ്പോൾ 6 നാഴി പായസം അമ്മയ്ക്ക് കഴിച്ചേക്കാം എന്ന് നേരുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക, വലതുകാലം വെച്ചിറങ്ങുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, ചിന്തിച്ചാൽ അത് ശരിയാകത്തില്ല. അതാണ് നേരേണ്ട രീതി. നമ്മൾ നേർന്നു കഴിഞ്ഞ് ഉടനെ നമ്മൾ തല തോർത്തുക, വലതുകാലം വെച്ചിറങ്ങുക, പിന്നെ ഉടനെ ചിന്തിക്കരുത്. അത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ വന്ന് 6 നാഴി പായസം നേരുക. ചിലരുണ്ട് കാര്യം നടന്നു കഴിയുമ്പോൾ എന്നോട് വാട്സപ്പിൽ പറയാം, സാറ് ചെയ്തേക്കാവോ, പൈസ ഇട്ട് തരാം. ആ പരിപാടി പറയരുത്, അതെനിക്കിഷ്ടമല്ല. ഞാൻ വാട്സപ്പും ബ്ലോക്ക് ചെയ്യും. നമ്മളൊരു കാര്യം നടന്നാൽ നമ്മൾ വന്ന് ചെയ്തോണം. അവിടെ ഒരു പകരക്കാരനെയോ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യം നടക്കുന്നതിന് വരെ നമുക്ക് ഭയങ്കര നടന്നു കഴിയുമ്പോൾ സമയമില്ല വരാൻ. അങ്ങനെ ഉള്ളവരെ ഞാൻ വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്യും. അതൊരു നന്ദിയില്ലായ്മയാണ്. അമ്മയെ വന്ന് കണ്ട് വഴിപാട് ചെയ്ത് നന്ദി പറയണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാനഡയിൽ നിന്ന് ഒരാളുകൾക്ക് വരാം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒക്കെ വരാം. ഇവിടെ അടുത്ത് ചിലപ്പോൾ മലപ്പുറം ഒക്കെ ആണെങ്കിൽ വലിയ ദൂരമാണെന്ന് പറയും. ഇന്നിപ്പം കണ്ണൂരിൽ നിന്നാണ്, അത് നല്ല ആളുകളാണ് അവർ. അപ്പം വരേണ്ടവർക്ക് വരാം. കാര്യം നടന്നു കഴിഞ്ഞാൽ വരണം, അല്ലെ നിങ്ങളെ വരുത്തിക്കും അമ്മ. കാര്യം നടന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് സൂത്രം ഇറക്കിയാൽ മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടായിരിക്കണം അമ്മയോട് നേർന്ന്. കാര്യം നടന്നു കഴിയുമ്പോൾ അന്ന് അമ്മയ്ക്ക് 6 നാഴി പായസം ചെയ്യുക. ചിലപ്പോൾ അന്ന് വരുമ്പോൾ ഇവിടെ ബുക്കിംഗ് ആണെങ്കിൽ വേറെ ദിവസത്തേക്ക് കൊടുക്കുക. അമ്മയോട് നന്ദി പറയുക. എന്നെ കണ്ടില്ലെങ്കിലും എന്നോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ആരുമല്ല.
ഒന്നുമല്ല, അമ്മയുടെ ശക്തിയാണല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ എന്നെ കണ്ട് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം, കാരണം നിങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ, അതായത് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. കാരണം ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇല്ലേലും എനിക്കൊരു വിഷമവുമില്ല. ഇപ്പോൾ അത് വെള്ളിയാഴ്ച വന്ന് ചെയ്യണം, നിങ്ങൾ നേരേണ്ടതും വെള്ളിയാഴ്ചയാണ്. ഇങ്ങനെ കിട്ടാക്കടം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നേരുമ്പോൾ നിങ്ങൾക്ക് ശരിയായില്ലെന്ന് തോന്നിയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച കൂടെ നേരണം. കാരണം ചിലപ്പോൾ നമ്മൾ നേരുമ്പോൾ നമ്മുടെ മനസ്സമ്മയെ ചെല്ലണമെന്നില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ ടെൻഷന്, വിഷമം ഇതൊക്കെ മനസ്സിൽ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്, നേരുമ്പോൾ അത് ശരിയാകില്ല. അപ്പം വേറൊരു വെള്ളിയാഴ്ച കൊണ്ട് നേരണം, അതിൻ്റെ അത് തെറ്റൊന്നുമില്ല. അപ്പോൾ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ചെയ്താൽ മതി. അമ്മയോട് നന്ദിയും കൂടെ പറയുക കേട്ടോ, കോടി കോടി മഹത്വവും കൂടെ പറയാം അമ്മയ്ക്ക്. അപ്പോഴാണ് അത് ശരിയാകുന്നത്, അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യവും പിന്നീടാണെങ്കിലും അമ്മ സാധിച്ചു വരും. അങ്ങനെ വേണം, നന്ദിയുള്ളവരായിരിക്കണം, ഗുരുത്വമുള്ളവരായിരിക്കണം, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും എന്നും നിലനിൽക്കുന്ന വിജയങ്ങളും ഉണ്ടാകത്തുള്ളൂ. അതെപ്പോഴും ആലോചിച്ചുകൊള്ളുക. വിജയത്തിൻ്റെ പാതയിൽ എപ്പോഴും ഈ സൂത്രങ്ങളോ കുറുക്ക് വഴികളോ ഒന്നുമല്ല, സത്യമാണ്, സത്യസന്ധതയാണ് അതിൻ്റെ വഴി. പിന്നെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. ഈ ഗണപതിക്ക് തേങ്ങ വെള്ളിയാഴ്ച നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതും, അടിക്കണ്ട, നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതും കിട്ടാക്കടം കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം എന്ന് പ്രാർത്ഥിച്ച് അത് നടക്കി വെച്ച് പൈസ മേടിച്ചിട്ടുള്ളത് അത് വെള്ളിയാഴ്ച സാധിക്കുന്ന പോലെ ആവർത്തിക്കാൻ നല്ലതാണ്. അതുപോലെ കൃഷ്ണന് അവൽ 1 കിലോ അവലെല്ലാം മതി, ബുധനാഴ്ച നടക്കി വെച്ച്. ഇതെല്ലാം ഒരു വഴിപാട് ചെയ്യുന്ന ഒരു 6-നും 7-നും ഇടയ്ക്കായിരിക്കണം. ഗണപതിക്ക് തേങ്ങ വെള്ളിയാഴ്ച വെക്കുന്നതാണേലും കൃഷ്ണന് ബുധനാഴ്ച അവൽ വെക്കുന്നതാണേലും ഒരു 6-നും 7-നും ഇടയ്ക്ക് രാവിലെ ആയിരിക്കണം. അത് വളരെ വിശേഷ ഫലമാണ്. കിട്ടാക്കടം മേടിച്ച് തരണമെന്ന് പറഞ്ഞ് വെക്കുന്ന നല്ലതാണ്. പക്ഷെ ഒരു തവണ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഫലം ഉണ്ടാകണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം. കാരണം നമ്മൾ ഈ ഒരു തവണ ചെയ്യുമ്പം നമ്മുടെ മനസ്സ് ആ ദേവതയെ ചെന്നാൽ ഫലം ഉണ്ടാകും. പക്ഷെ നമ്മുടെ മനസ്സ് ചിലപ്പം ചെല്ലത്തില്ല, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാണ് പലതവണ ആവർത്തിക്കണമെന്ന് പറയുന്നത്. ഒരു കുറേ തവണ ചെയ്യുമ്പോഴായിരിക്കും ഒരു തവണയെങ്കിലും ആ ദേവതയെ മനസ്സ് ചെല്ലുന്നത്. അതേ ഉള്ളൂ അതിൻ്റെ പുറകിലുള്ള കാര്യം, ആവർത്തിക്കുന്നതിൻ്റെ പുറകിലുള്ള കാര്യം അതേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾ ബുധനാഴ്ചകളിൽ 1 കിലോ അവലെങ്കിലും കൃഷ്ണനെ നടക്കി വെച്ച് കിട്ടാക്കടം മേടിച്ച് തരണമെന്ന് പറയുക. കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. നടയ്ക്ക് മുന്നിലുള്ള കാണിക്കല്ല, നടയ്ക്ക് മുന്നിലുള്ള ഒരു മണ്ഡപം കാണൂല, മണ്ഡപത്തിൽ വെക്കുക. നടയ്ക്ക് മുന്നിലുള്ള മണ്ഡപത്തിൽ വെക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ആവിൽ അന്നത്തേക്ക് നിവേദ്യത്തിന് വേണ്ടിയൊന്നുമല്ല, അതെപ്പോൾ വേണമെങ്കിലും ക്ഷേത്രത്തിൽ എടുത്തോട്ടെ. ഇത് ബുധനാഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് ബുധനാഴ്ചയോ ഞായറാഴ്ചയോ നെയ്വിളക്ക് തെളിയിച്ച് കിട്ടാക്കടം മേടിച്ച് തരണമെന്ന് പറയുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ പല കാര്യങ്ങളും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുള്ളത് പുത്തങ്കാവിലമ്മയ്ക്ക് അറുനാഴി പായസം നേർന്നതാണ് കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ഗണപതിയുടെ ഒരു ഫോട്ടോ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഉറങ്ങുന്നതിന് മുമ്പ് ആ ഫോട്ടോയുടെ മുന്നേ നിന്ന് ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം, പൈസ കിട്ടാനുള്ള മേടിച്ച് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. എന്നിട്ട് പോയി കിടക്കുക. ഇതിന് ചരിയോ നിഷ്ഠയോ വ്രതമോ ഒന്നുമില്ല, ശുദ്ധി അശുദ്ധിയൊന്നുമില്ല. ഈ വിദ്യ നിത്യേന ചെയ്യാം. അങ്ങനെ ചെയ്തവർക്കും പൈസ കിട്ടാനുള്ളത് കിട്ടിയ അനുഭവം ഞാൻ ഇന്നലത്തെയോ മിഞ്ഞാത്ത വീഡിയോ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പൈസ കിട്ടിയ ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്ത് ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ആ പൈസയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. ശരിയായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്തില്ലേ അത് ഫലവും ആകത്തില്ല, അതുകൂടി മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാലാകുന്ന രീതിയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഈ ഒരമ്മ ഇന്നെനിക്ക് മെസ്സേജ് ചെയ്തു. അവർക്ക് ഈ ഒരാശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിൽ ഇങ്ങനെ മാറി മാറി എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ദുരിതങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കണ്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, എന്നും ആശുപത്രിയില്ല. അപ്പോൾ അവർ ശിവൻ ഒരു കാര്യം ചെയ്ത ശേഷം പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ഒരു ഫലവത്തായിട്ട് അസുഖം തന്നെ മാറി അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നല്ല ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരാശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് ഇങ്ങനെ ജീവിതം വളരെ ദുരിതമാണ് അമ്മ അതുപോലെ വിഷമമായിട്ട് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ അവസരത്തിലാണ് വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ ശിവന് ചെയ്ത് ഇപ്പോൾ അസുഖമൊക്കെ ഭേദമായി ഭയങ്കര മാറ്റമായെന്ന് പറഞ്ഞ അമ്മ ഒരുപാട് സന്തോഷം പറഞ്ഞിരിക്കുന്നു.
അപ്പം നല്ല ട്രീറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എന്നും ആശുപത്രിയിലായിരുന്നു. ഇതൊക്കെ ഭേദമായി നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ വന്നു. ഇത് കൂടിയ അസുഖമായിരുന്നു. നല്ലൊരു, ഞാനത് എന്താണെന്ന് പറയുന്നില്ല, എന്നോട് അമ്മ പറഞ്ഞു വാട്സപ്പിൽ, ഞാൻ പറയുന്നില്ല, നല്ല രീതിയിലുള്ളൊരു അസുഖമായിരുന്നു. ഏതായാലും അതെല്ലാം ബെറ്ററായി, നല്ല ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു. അതിലിപ്പം ബെറ്ററായി നല്ലൊരു മാറ്റത്തിലേക്ക് വന്നു. അപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, പ്രാർത്ഥിക്കാൻ കൂടെ ചെയ്യുക. അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് കൂടെ ചെയ്യാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് ശിവന് തിങ്കളാഴ്ച ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ട്രീറ്റ്മെൻറ്റിന് കൂടെ ചെയ്യണം, നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൂടെ. അപ്പോൾ അതൊരു നമ്മുടെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോൾ അത് നല്ലൊരു, അങ്ങനെ എത്രയോ ജീവിതങ്ങൾ നല്ല മാറ്റങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. കാരണം ഒരാൾക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴേ, ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ബന്ധു ഈയിടെ ICUവിൽ കിടന്നപ്പം ഞാൻ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉടനെ തിരുമേനിയെ വിളിച്ച് അത് പറഞ്ഞ് ചെയ്യിച്ചു. ഒരാഴ്ചയോളം അത് ചെയ്തു. അവർ റിക്കവറി ആയിട്ട് വന്നു. നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. എങ്കിൽ പോലും ഒരു അനിശ്ചിതത്വമായിരുന്നു. ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇത് നമ്മൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ഒരു പ്രാർത്ഥന, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അതൊക്കെ പലപ്പോഴും ഫലമാകാറുണ്ട്. പിന്നല്ല ഈശ്വരൻ്റെ കയ്യില എല്ലാം, വിധി അല്ലെ ആയുസ് എന്നൊക്കെ പറയുക ഈശ്വരൻ്റെ കയ്യിൽ. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ഭാഗം നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം ഈശ്വരനെ സമർപ്പിക്കുക. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്നതിനുള്ള നല്ല പ്രാർത്ഥനകൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ പലരുടെയും ജീവിതം മാറ്റിമറിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും, ഇന്നല്ലേ നാളെ. അതുകൊണ്ട് ഇതൊക്കെ ആവശ്യമുള്ളവർ മനസ്സിലാക്കി വെക്കുക. സമയത്തിന് ചിലപ്പോൾ ഒരു ഉപായം അന്വേഷിച്ചാൽ കിട്ടുമെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുക. ഞാൻ ഈ ഞാൻ എപ്പോഴും വീഡിയോ ചെല്ലുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ, സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിതം കാലദേശാവദിവ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമായ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹതഭാഗ്യം ജനാനാം. ഈ ശ്ലോകം പലർക്കും ഇതറിയാവുന്നതാണ്, പലരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം പലർക്കും അറിയത്തില്ല. അപ്പം ഞാനിതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു, ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരമ്മ അത് കേട്ടു, അർത്ഥമെല്ലാം എഴുതിയെടുത്തു, ജപിക്കാൻ തുടങ്ങി, ദിവസവും വീട്ടിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, സാന്ദ്രാനന്ദാവും ബോധാത്മകം അനുഭവമിതം. അതായത് കാലദേശങ്ങൾക്കപ്പുറത്ത്, കാലവും ദേശവും ഒന്നും ഭഗവാനില്ല, അതിനപ്പുറത്തുള്ള നിലകൊള്ളുന്ന മഹാശക്തിയായ ഭഗവാൻ നാരായണനെയാണ് വിളിക്കുന്നത്. കാലദേശങ്ങൾക്കപ്പുറത്ത് സ്പഷ്ടനും അസ്പഷ്ടനുമാണ്, വ്യക്തനും അവ്യക്തവുമാണ്. ഭഗവാനെ കാണുന്ന മാത്രയിൽ സകല പുരുഷാർത്ഥങ്ങളും സിദ്ധിക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ ഗുരുവായൂർ വസിക്കുന്നത് ഹന്തഭാഗ്യം ജനാന, ഗുരുവായൂരുള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്താണ് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം, ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ അത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് എഴുതിയെടുത്ത ദിവസം വീട്ടിൽ ജപിക്കാൻ തുടങ്ങി. കുറേ നാളുകൾ കഴിഞ്ഞപ്പം ഒരു ആളെ അമ്മയെ വിളിച്ചിട്ട്, ഗുരുവായൂർ നാരായണീയമുണ്ട്, അതിൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് നമുക്ക് അവിടെ നിന്ന് ജപിക്കാമെന്നൊക്കെ പറഞ്ഞ് അതിനൊരു അവസരം കിട്ടി. അവിടെ ഒരു നാരായണീയ ഇപ്പോൾ എല്ലാ മാസവും പോയി ജപിക്കുന്നുണ്ട്. അത് ഭഗവാൻ തന്നെ അവരുടെ പ്രാർത്ഥന കേട്ടതാണ്. അവർ വീട്ടിൽ ഇരുന്നുകൊണ്ട് സാന്ദ്രാനന്ദ ബോധാത്മകം അനുഭവം അത് ഭഗവാൻ ഗുരുവായൂരുന്നുകൊണ്ട് കേട്ടു. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് വിളിച്ചത്. ഇതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. നല്ല ദൈവികമായ വഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് എല്ലാം മനസ്സിലാക്കി അത് ചെയ്യുന്നവരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും. അതുപോലെ ഞാൻ പലപ്പോഴും പറയാവുന്ന ഒരു ശ്ലോകമാണ്, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഇത് ഭഗവാൻ നാരായണൻ നിങ്ങളുടെ വിളി കേൾക്കും, ഇത് ചൊല്ലിയാലും കേൾക്കും. സർവ്വപാപങ്ങളും മാറും. ജീവിതത്തിൽ ഒരു വഴിയെ വെളിച്ചം, ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, നിത്യവും ജപിക്കണം, ഭക്തിയോടെ ജപിക്കണം. ഭഗവാൻ ആ വിളി കേൾക്കും ഒരു ദിവസം. ഇതൊക്കെ സത്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യം, ആ സത്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അതുപോലെ ഞാൻ സൗന്ദര്യലേഖനയിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്, ജപോ ജൽപ ശില്പം സകലമവി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണമശ്നാദ്യാഹൂതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശ സപര്യാപര്യാസ്തോ ഭവതി എന്മേ വിലസുതം. ഈ ശ്ലോകത്തിലെല്ലാം ഉണ്ട്. ജപോ ജൽപ ശില്പം സകലമവി, ഞാൻ പറയുന്നതെല്ലാം, ജപിക്കുന്നതെല്ലാം, ജൽപ്പങ്ങളെല്ലാം
ജപോജൽപ ശില്പം സകലമവി, ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, ജപോജൽപ ശില്പം സകലമവി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ, നടക്കുന്നതും കിടക്കുന്നതും എല്ലാം അവിടത്തേക്കുള്ള, ഞാൻ ജപിക്കുന്നതല്ല അവിടത്തേക്കുള്ള ജപങ്ങളാകട്ടെ, ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവിടുത്തെ പൂജയിലേക്കുള്ള അഭയമുദ്രകളായി തീരട്ടെ, ഞാൻ നടക്കുന്നത് അവിടത്തേക്കുള്ള പ്രദക്ഷിണമാകട്ടെ, ഞാൻ കിടക്കുന്നത് അവിടത്തേക്കുള്ള പ്രണാമമാകട്ടെ. ജപോജൽപ ശില്പം സകലമവി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാഹൂതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണം. എല്ലാ സുഖത്തിനായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവിടുത്തെ യജ്ഞത്തിലേക്കുള്ള ആഹൂതികളായി തീരട്ടെ, ഹവിസുകളായി തീരട്ടെ. സുഖമഖിലമാത്മാർപ്പണം. ജപോജൽപ ശില്പം സകലമവി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാഹൂതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃഷ്ട പര്യാസ്തവ ഭവതി എന്മേ വിലസണം. ഞാൻ ചെയ്യുന്നതെല്ലാം അവിടുത്തേക്കുള്ള പര്യായങ്ങളായി തീരട്ടെ അമ്മേ ദേവി. ഏറ്റവും മഹത്തായ പ്രാർത്ഥനയാണ് ഇത്. വർഷങ്ങളോളം നല്ല മാസങ്ങളോളം, കുറേ നാൾ, എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല, ഇത് ജപിച്ച് ഞാൻ ദേവിയെ സ്തുതിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് അഗസ്ത്യർ ജപിച്ച ദേവിയുടെ ചില മന്ത്രങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ജപിക്കുന്നുണ്ട്. ഓർക്കണേ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദേവിയെ ഭജിച്ചുകൊണ്ട് ഞാൻ 7-8 വർഷങ്ങൾ നിരന്തരമായി സർവമംഗളമംഗലെ ജപിച്ചു കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി. ഇത് കുറേ മാസങ്ങൾ, ഈ ശ്ലോകം ജപോജൽപ കുറേ മാസങ്ങൾ ഞാൻ അമ്മയെ ഒരു ഉപാസന പോലെ ജപിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഈ സൗന്ദര്യലഹരി മുഴുവൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലെ ഒരെണ്ണം പോലും ശരിയായിട്ട് അറിഞ്ഞാൽ ജീവിതം മാറും. നാരായണീയം മുഴുവൻ അറിഞ്ഞില്ലേ പോലും സാന്ദ്രാനന്ദാവ് ബോധാത്മകം മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവിടെ ഭഗവാൻ ഉണ്ട്. അവരെ ഗുരുവായൂരോട്ട് ഭഗവാൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ അവരെ അവിടെ വന്നിരുന്ന് അവർക്ക് നാരായണം ജപിക്കാനും ഒക്കെ അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മതി. ഒരു വരി പോലും ഭഗവാനെ അറിഞ്ഞ് വിളിച്ചാൽ അവിടെ എല്ലാമായി. അതുപോലെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു ഇതുണ്ട്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം, എല്ലാം ശിവനാണ്. ഓം ശിവം സർവം ശിവോഹം, എല്ലാം ശിവനാണ്. ദേഹം ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേഹം ശിവനാണ്, ശരീരം. ദേവൻ, എൻ്റെ ദേവൻ ശിവനാണ്. ഗുരും പരം ശിവോഹം, ഗുരു ശിവനാണ്. വീണ്ടും ഒന്നുകൂടെ പറയണം. ഓം ശിവം സർവം ശിവോഹം, എല്ലാം ശിവനാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം, ഓം ശിവം സർവം ശിവോഹം. ഇതൊക്കെ ഒന്ന് മനസ്സിൽ തട്ടി ജപിച്ചു നോക്കിയേ. നിങ്ങൾ ആരുടെയും പുറകെ ഒന്നിൻ്റെ ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ കാണിച്ചു വരും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ മാറും. ഇതൊക്കെയാണ് അറിയേണ്ടത്. ജപിക്കേണ്ട ഈശ്വരീയമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയായി തീരും. അത്ര ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ നയിക്കും. മനസ്സിലായില്ലേ? അവിടെ ജീവിതം മാറുന്നത്, അവിടെയാണ് ഈശ്വരനെ അറിയുന്നത്. അത് അറിയേണ്ട കാര്യങ്ങൾ അറിയണം, അല്ലാതെ കുറേ എന്തൊക്കെയോ അറിയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതറിയുമ്പോഴാണ് ജീവിതം മാറുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ശരിയാന്നുള്ള കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയപ്പോൾ ഒരു തട്ടുകട, റോഡ് സൈഡിലെ തട്ടുകട കയറി ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പം അവിടെ നോക്കി ഒരു ഏത്തക്കാപ്പം കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു പട്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പട്ടിക്ക് അത് മേടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കാം എന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ വിചാരിക്കും പട്ടി ഏത്തക്കാപ്പം കഴിക്കുന്നു. ഏത്തക്കാപ്പം നല്ല വിശന്ന് കഴിക്കുന്ന പട്ടി എന്തും കഴിക്കും. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ യാത്രയിൽ അവിടെ ഈ എണ്ണ പലഹാരമൊക്കെയാണ് മേടിച്ച് പട്ടിക്ക് ഒരു അല്പം ഒരുപാടൊന്നുമില്ല ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് അല്പം ഒരു നേരമെങ്കിലും വയറ് നിറഞ്ഞായിട്ട് പട്ടി സുഖമായിട്ട് പട്ടി അതുപോലെ ആ വിശപ്പ് കൊണ്ട് അത് കഴിക്കും. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ പട്ടിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് അടുത്ത സെക്കൻഡിൽ ആ കടക്കാരൻ പറയുകയാണ്, ഇത് ഒരെണ്ണേ ഉള്ളൂ, ഇത് പട്ടിക്ക് അങ്ങ് കൊടുത്തേക്കാം, അത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അയാളങ്ങ് കൊടുത്തു. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് കൊടുത്തേനെ. അപ്പം ഞാൻ വിചാരിച്ചു എത്രയോ നല്ല ആളുകളാണ്, ഒരുപാട് നല്ല ആളുകളുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാനവരുടെ ചായ കുടിക്കാതിരിക്കുമ്പോൾ അവിടെ ഈ കഴിഞ്ഞ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. അപ്പോൾ ഒരു വൃദ്ധൻ അവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ ആ വൃദ്ധനെ കണ്ടു കഴിഞ്ഞാൽ
ഈ യാചകനെ പോലൊന്നുമല്ല, എന്നാലും വസ്ത്രം അല്പം മുഷിഞ്ഞിട്ടുണ്ട്, എന്നാൽ യാചകനുമല്ല. അപ്പം ഞാനപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് പുള്ളി ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഉഴുന്നോട് മേടിച്ച ആ വൃദ്ധനം കൊണ്ട് കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ മേടിച്ച് കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്കറിയത്തില്ല അദ്ദേഹം മേടിക്കുന്നുണ്ട്, അങ്ങനെ മേടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മേടിച്ച് കൊടുത്തേനെ. അവിടെ എത്രയോ നല്ല ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ കൊടുത്താലും ആര് കൊടുത്താലും അവിടെ ഈശ്വരൻ കൊടുത്തില്ല, അത് സന്തോഷം. എല്ലാം ഒരുപോലല്ലേ ഉള്ളൂ. അദ്ദേഹം കൊടുക്കുന്നതും ഞാൻ കൊടുക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചുറ്റിനും പലയിടത്തും ഇതുപോലെ ഒരുപാട് നല്ല ചിന്താഗതിയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവരും നല്ലതായിരിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.